എന്താ മകളെ? കുമാരൻ അന്വേഷിപ്പിയും കണ്ടെത്തുന്നല്ലേ പ്രമാണം. ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്, കണ്ടെത്താതിരിക്കില്ല. വരൂ. അച്ഛോ. എന്താ മകനെ? അച്ഛനല്ല എന്നോട് പറഞ്ഞ നുണ പറയരുതെന്ന്. വലിയൊരു നന്മയ്ക്ക് വേണ്ടി ചെറിയൊരു നുണ പറയുന്നതുകൊണ്ട് കർത്താവ് നമ്മളെ ശിക്ഷിക്കില്ല മകനെ. മാത്രമല്ല, അവൻ എവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. വരൂ. അടി അടി, നിന്റെ കരങ്ങൾക്ക് വിശ്രമമില്ലാതെ ചാട്ടവാറ് കൊണ്ടടി. അഷ്ടദിക്കുകൾ കിടിലം കൊള്ളുമാറ് റോമിന്റെ കവചിത കരസേനയുടെ കടന്നാക്രമണത്തിൽ അകന്തയുടെ സന്തതികളെ ചുട്ടരിക്കാൻ ശ്രമിക്കുന്ന സർപ്പസന്തതി, നിന്റെ കരങ്ങൾ പൊട്ടുമാറടിക്കൂ. കുമാരന്റെ ഡയലോഗല്ലേ? അതെ, അവൻ എവിടെയാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ പിന്നെ നായകന്റെ വേഷം ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നാലോ? മതി ബാബാ. കാപ്പി കുടിച്ചോ? ചേട്ടൻ തരട്ടെ? അങ്ങനെ ചേട്ടന് വേണോ? വേണ്ട, മോള് കഴിച്ചോട്ടോ. ഇനിയും ചേട്ടൻ തരാം. മോളെ വന്നേ. എന്താ അമ്മേ? കണ്ടേ അവരുടെ ഇവരുടെയും കയ്യിൽ നിന്നൊന്നും വാങ്ങി കഴിക്കരുത് കേട്ടോ. എന്തിനാ സാർ കാണണോന്ന് പറഞ്ഞേ? എല്ലാം രഹസ്യമായിട്ട് നൽകാൻ ഈ അച്ഛന് കഴിയൂ. മോനോടുള്ള വാത്സല്യം പോലും എന്നെ ശപിക്കരുത്. എനിക്കറിയാം സാർ, ഒരു ജന്മം കൊണ്ട് തരാവുന്നതിൽ കൂടുതൽ സ്നേഹം ഈ വാക്കുകളിലുണ്ട്, ഈ മനസ്സിലുണ്ട്. എനിക്കത് മതി സാർ. മറ്റാരുമില്ലാത്തപ്പോഴെങ്കിലും നിനക്കെന്നെ അച്ഛന്ന് വിളിച്ചൂടെ? വേണ്ട സാർ, ആഗ്രഹമില്ലെന്നിട്ടല്ല. അങ്ങനെ ഒരു ശീലം നാവ് പഠിച്ച, എന്തെങ്കിലും അറിയാതെ നാവ് ഒരു പിഴവ് കാണിച്ച വേണ്ട. അമ്മയുടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന എന്റെ അച്ഛന് മരിക്കുന്നതിന് മുമ്പ് എന്റെ മനസ്സിനേപ്പിച്ചിട്ട അമ്മ പോയത്. ആ അമ്മയുടെ ആഗ്രഹം പോലെ ഇപ്പൊ എനിക്കുണ്ടൊരാഗ്രഹം, ഒരിക്കലും ഒക്കെ വേദനിപ്പിക്കരുത്. നിനക്ക് വേണ്ടി അച്ഛനെ എടുത്തു വെച്ചതാ. കൊണ്ടുപോയി കഴിച്ചോളൂ. എന്താടാ
എടാ കള്ള കഴിവേറി മോനെ, ഞാൻ അളിയാ പെങ്ങളെ, എടാ കക്കുമ്പോ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ പിടിച്ചു കൊടുക്കുമ്പോ അളിയന് മുമ്പ് എനിക്കൊരു വില ഉണ്ടാകത്തില്ലായിരുന്നോ? അളിയാ പെങ്ങളെ, ദേ നോക്കിയേ, കള്ളന്റെ താക്കോൽ കൊടുത്തെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ദേ കണ്ടോ, വന്ന് കേറിയോ അന്ന് തന്നെ നീ എന്നെ വെള്ളപൂശവനല്ലേടാ, ഇപ്പൊ കരുതേക്കാനും തുടങ്ങിയോ? പെങ്ങളെ ഇനി സൂക്ഷിച്ചോ, ഇവ പൊന്നിലും പണത്തിലും കൈവെക്കും. അതിനു മുമ്പ് ഇവരെ ഞാൻ വേണ്ട, അച്ഛൻ ഒന്നും ചെയ്യണ്ട. ചേട്ടനോട് പറഞ്ഞു ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടാ മതി. എന്നെ പറഞ്ഞുവിടരുത്. ഇല്ലടാ, നിന്നെ ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ട് ഞങ്ങൾ ഈ വീട്ടിലെ സബ് ജയിലിൽ നിന്ന് പേരിടാം. എടാ എടാ, നീ എന്തെങ്കിലും അടിച്ചു മാറ്റിയാൽ ഈ പെങ്ങൾ വളരും, എന്നെയല്ലേ സംശയിക്കൂ. എന്താ എന്താ ഇവിടെ? കള്ളളിയാ കള്ള, അല്ലളിയാ കള്ളൻ. ഞാൻ കയ്യോടെ പിടിച്ചതാ. ദേ കണ്ടോ ആപ്പിള്. ആ അളിയനെന്താ ഒന്നും മിണ്ടാത്ത? എന്നാ ഞാൻ തന്നെ ഇവനെ പറഞ്ഞു വിടാം. നിന്നെ ഞാൻ അച്ചു സാർ, തെറ്റിയത് ഞാനാ. അറിയാതെ കൊതി കൊണ്ട് ഇനി ഇതൊരിക്കലും ആവർത്തിക്കില്ല സാർ. എന്നെ പറഞ്ഞുവിടരുത്, ദയവ് ചെയ്ത് എന്നെ പറഞ്ഞുവിടരുത് സാർ. ആ മതി മതി. എന്താ സാർ? അല്ല ഇവൻ ഒന്നുമില്ല, പോയി കിടന്നുറങ്ങ്. ഇവിടെ കൊണ്ടുപോടാം. പോടാ 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 പോടാ. അല്ല പെങ്ങളെ, ഈ അളിയൻ എന്നെ അളിയനാ? അയ്യേ, ഇങ്ങനെന്നാ മനുഷ്യനാ? ഒരു കള്ളന്റെ കണ്ണീര് കണ്ടപ്പോ മനസ്സലിഞ്ഞു. ഈ അലിവ് എന്റെ കാര്യത്തിലില്ല കേട്ടോ. മോളിങ്ങനെ കളിച്ചിടന്നാ മതിയോ? സ്കൂളിലൊക്കെ പോയി പഠിച്ച് മിടുക്കിയായിട്ട് അച്ഛനെ പോലെ മന്ത്രിയാവണ്ടേ? അത് കഴിഞ്ഞ് മോളെ. സ്റ്റേജ് അകത്തേക്ക് ചെല്ലേ. എന്താ സാർ? നിനക്ക് ഞാനൊരു പാന്റും ഷർട്ടും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, സൗകര്യം പോലെ തരാം. ഇവര് തമ്മിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. എടാ ആപ്പിള് മോനെ, എന്താ എന്താ അവിടെ? ഈ സാർ ആരുമില്ലാത്ത സമയത്ത് എന്നെ കയറി പിടിച്ചു. നീ അകത്ത് പോ. സത്യമായിട്ട് ഞാനല്ലേ പറഞ്ഞത്. കല്യാണം കഴിക്കാൻ പറഞ്ഞ കേൾക്കുകയില്ല, എന്നിട്ട് രാത്രി അമ്മ വൃത്തിയിൽ കാണിക്കാം. അതളിയ എന്നെന്നറിയാം. എന്താ സാർ? ഇവിടെ ഒന്നുമില്ല, പൊയ്ക്കോ പൊയ്ക്കോ. പൊക്കോളൂ. യെസ് സാർ. എന്നാ പോയി കിടന്നുറങ്ങ്. അടുക്കള വൃത്തികെട്ടവൻ. അളിയന്റെ മുമ്പിൽ എന്റെ ചരിത്രവും പോയല്ലോ ഈശ്വര. ഇടപാട് പെട്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ? വേഗം തിരുമ്മിക്കൊള്ളൂ, ഇല്ലെങ്കിൽ കവള ആപ്പിൾ പോലെ ആകും. ഇലക്ഷൻ അടുക്കാറായി, ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുണ്ട്. മുഖ്യമന്ത്രിക്ക് ഒരു അളിയനുണ്ട്, എപ്പോഴും തണ്ണിയാ. പുള്ളി എങ്ങനെങ്കിലും ഒന്ന് കുരുക്കിയ മുഖ്യനെ നമുക്ക് നാറ്റിക്കാം. അതൊക്കെ എങ്ങനെ ശരിയാവാനാണോ സാറേ? കുറിപ്പ് പറഞ്ഞാലും കാര്യമുണ്ട്. ഞാൻ കുറെ കാലം മുഖ്യന്റെ കൂടെ ആയിരുന്നല്ലോ. ഈ അളിയൻ എന്ത് വൃത്തികേട് കാണിച്ചാലും ശരി, മുഖ്യൻ അതൊക്കെ കണ്ണടച്ച് കളയും. അവര് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അതെന്താ? മുഖ്യം പണ്ട് രാഷ്ട്രീയം കളിച്ച് ഒളിവും ചെലവായി നടന്നപ്പോ പുള്ളിയുടെ വീട്ടിലെ വയസ്സായ അമ്മയ്ക്ക് ഏക ഒരു ആശ്രയം ഈ അച്ചുവായിരുന്നു. മുഖ്യന്റെ അമ്മ ഒരു മകനായിട്ടാണ് ആളെ കണക്കാക്കിയിട്ടുള്ളത്.